എനിക്കിഷ്ടമല്ല. അങ്ങനെ പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് വീക്ക് ആണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വരിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് ബോഡി ഹെൽത്തി ആയി ഇരിക്കണം. എപ്പോഴും ബോഡി ഹെൽത്തി ആയി ഇരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? നല്ലാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്. Ready, set, go! വിവരവുമില്ലല്ലോ. ടോമി മോനെ, ടോമി! എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം? ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്ക, അങ്ങോട്ട് പോയി കുളിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. ശരി ടീച്ചർ. ടീച്ചർ, അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ, ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ,
എന്നാൽ അങ്കിൾ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം. മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. അങ്കിൾ, ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങു വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിലെ ഓട്ടവും ചാട്ടവുമായിരുന്നു, അങ്ങനെ ആയതാ. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. ഇന്നല്ലേ ഡാഡി ഒരു പെറ്റിനെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്? മമ്മി, ഡാഡി എപ്പോഴാ വരിക? അറിയില്ല മോനെ, വിളിച്ചു നോക്ക്. ഓക്കേ. ഡാഡി, ഡാഡി, ഡാഡി എപ്പോഴാ വരിക? ഡാഡി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു കുട്ടാ. എന്താ കാര്യം? അപ്പൊ ഡാഡി വാക്ക് തന്നതല്ലേ, മറന്നു പോയോ? പെറ്റിന്റെ കാര്യമല്ലേ, ഡാഡി മറന്നിട്ടില്ല. വരുമ്പോൾ കൊണ്ടുവരും. പോരെ? താങ്ക് യു ഡാഡി. ഇനി ഇതിന്റെ ഒരു കുറവും കൂടിയേ ഈ വീട്ടിലുള്ളൂ. ടോമി, ഇത് കാരണം നീ ഇനി പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാൽ ഞാൻ ഇതിനെ കൂട്ടിൽ നിന്നും പുറത്തു വിടും. നോക്കിക്കോ. നീ ഇങ്ങനെ വെറുതെ ചൂടാവാതെ, അവൻ പഠിച്ചോളും, അല്ലേടാ? അതെ. എന്നാ അച്ഛനും മോനും എന്താന്ന് വെച്ചാ ആയിക്കോ. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ടോമി, ഒരു കാരണവശാലും തത്തയുടെ കൂട് തുറന്നു വിടരുത്, കേട്ടോ? അതെന്താ ഡാഡി? പരിചയമില്ലാത്ത സ്ഥലമല്ലേ. വീടിനുള്ളിൽ പറന്നു നടന്നാൽ അവിടെയും ഇവിടെയും തട്ടി ഓരോന്നും പൊട്ടിപ്പോകും. നമുക്ക് മെല്ലെ അതിനെ എല്ലാം പഠിപ്പിക്കാം. എന്താ? ഹായ്, എന്ത് രസമാ നിന്നെ കാണാൻ. വാ, നമുക്ക് എന്റെ റൂമിൽ പോകാം.
കാണിച്ചു തരാം. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അകത്തു നിന്ന് കളിക്കരുതെന്ന്? അത് ഞാനല്ല, തത്തയാ. തത്തയോ? അത് പറക്കാൻ നോക്കിയപ്പോ ചിറക് തട്ടി വീണ് പൊട്ടിപ്പോയതാ. അത് ശരി, നീ പോരാഞ്ഞിട്ടാണോ ഇനി ഇതുകൂടി? ആരാ അതിനെ തുറന്നു വിട്ടത്? നിന്നോട് ഡാഡി പറഞ്ഞതല്ലേ അതിനെ പുറത്തു വിടരുതെന്ന്. മതി നിന്റെ പെറ്റ് സ്നേഹം. മനുഷ്യൻ ഓരോ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നുണ്ടാവും. വാങ്ങിച്ചു കൊടുക്കാൻ ഡാഡിയും. ഇനി ഇത് ഇവിടെ നിന്നാൽ ഓരോന്നും പൊട്ടിക്കും. ഇതിനെ നമുക്ക് അലക്സിന്റെ മുത്തശ്ശന് കൊടുക്കാം. അതാ നല്ലത്. അത് ഞാൻ കൊണ്ടു കൊടുക്കാം. നീ ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. ഞാനാ ഫ്ലവർ വൈസ് പൊട്ടിച്ചത്. എന്നിട്ട് ഞാൻ ആ തത്തയാണ് പൊട്ടിച്ചതെന്ന് കള്ളം പറഞ്ഞു. ആറ്റുനോട്ട് ഡാഡി വാങ്ങിത്തന്ന തത്തയായിരുന്നു. അമ്മയ്ക്ക് അറിയില്ലേ മോൻ എത്ര ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണെന്ന്. ആ അമ്മ ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കോ? ദേ നോക്ക്. സോറി തത്തമ്മ കുട്ടി. ജോമി, നല്ല മഴ വരുന്നുണ്ട്. വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ. ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. ഹഹാ, പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിനു മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ല കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. ഇതെന്താണ് ടോമി? നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല.
ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏത് നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ എല്ലാവരും ഇന്ന് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? ഓ, നിനക്ക് തികച്ചറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ. ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ. ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. പറഞ്ഞത് അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്. അത് ഏത് ഫ്ലേവർ ആയാലും സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. മുയലല്ലേ അത്? എന്ത് രസമാതിനെ കാണാൻ. അതിന്റെ കൂടെ കളിക്കാൻ തന്നെ എന്ത് രസമായിരിക്കും. ഹായ് ഡിയർ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്റെ പേര് ജോമിയ. ഇവിടെ അടുത്താ എന്റെ വീട്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഞാൻ പോവാ, നേരം വൈകി. അമ്മ തിരക്കുന്നുണ്ടാവും. എന്ത് പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? അമ്മേ, ഞാനിന്ന് ഒരു മുയലിനെ കണ്ടു. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ പുറത്തേക്ക് വന്നില്ല. അത് സാരമില്ല. അത് ചിലപ്പോൾ മുയൽ മോളെ കണ്ടപ്പോൾ പേടിച്ചു പോയി കാണും, അതാ. അതെന്തിനാ എന്നെ കാണുമ്പോ പേടിക്കുന്നത്? ഞാൻ കളിക്കാനല്ലേ വിളിക്കുന്നത്. അതാ മുയലിന് അറിയില്ലല്ലോ മോളെ. മോളെ ജോമി, നിനക്ക് മുയലിന്റെ കൂടെ കളിക്കണമെങ്കിൽ ആദ്യം മുയലിന്റെ സ്നേഹം പിടിച്ചു പറ്റണം. നീ അതിനെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് അതിന് ബോധ്യപ്പെടണം. അതിനിപ്പോ എന്താ ചെയ്യാ? വാ, കാണിച്ചു തരാം. ഉറക്കെ സംസാരിക്കരുത്.
പതുക്കെ പറയണം കേട്ടോ. ഇത് നമ്മുടെ ആ മുയലിനുള്ളതാണ്. മുയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ക്യാരറ്റ്. താങ്ക് യു അമ്മേ. ഇങ്ങനെയാണ് നമ്മൾ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടത്.